വീട്ടിൽ ചെന്നാൽ പിന്നെ വേണ്ടാത്തതായി ഒന്നും തന്നെ കാണില്ല. അതുപോലെ ഒന്നായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ ആവശ്യം. വിളവെത്തിയിട്ടില്ലാത്ത ഈ ചേമ്പ് അച്ഛൻ ഞങ്ങളുടെ ആഗ്രഹം കാരണം വിളവെടുപ്പ് നടത്തി. ആക്ച്വലി ഇത് കിളയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് മാർച്ചാണ്. മീൻസ് മലയാള ഒരു മീനമേടം. അച്ഛൻ എല്ലാ കാര്യത്തിലും പ്രത്യേക ചിട്ടയാണ്. കിളയ്ക്കുമ്പോൾ തന്നെ അറിയാം. ഞാൻ അച്ഛൻ കിളയ്ക്കുന്നത് കണ്ടുകൊണ്ട് കുറച്ച് ചേമ്പൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് മാസമൊക്കെ ഒന്നും കറക്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിനെ കിളച്ചു. കിളച്ചതെന്ന് വെച്ചാൽ വേറെ ചേമ്പല്ല ഞാൻ നട്ടത്, നനകിഴങ്ങായിരുന്നു. അത് അതിൻ്റെ മൂട്ടിൽ തന്നെ വെട്ടി അതിനെ മൊത്തവും നശിപ്പിച്ച് കളഞ്ഞു. പക്ഷേ അച്ഛൻ കിളയ്ക്കുന്നത് നല്ല ഭംഗിയാണ്. ഇതേപോലെ നന്നായിട്ട് കൃഷി അറിയാവുന്ന ആൾക്കാർ കാണും നല്ലപോലെ കിളയ്ക്കുന്നത്. ഒട്ടും വിളവെത്തിയിട്ടില്ല, കണ്ടോ? അതിനകത്ത് ഒന്നും തന്നെ ഇല്ലായിരുന്നു. കുറച്ചേ കിട്ടിയുള്ളൂ ഞങ്ങൾക്ക്. എന്നിരുന്നാലും ഞങ്ങളുടെ ആവശ്യം അച്ഛൻ സാധിച്ചു തന്നു. അച്ഛനാണെങ്കിൽ എല്ലാ കാര്യത്തിലും പ്രത്യേക അടുക്കും ചിട്ടയാണ്. ഇപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ബാലൻസ് വരുന്ന അതിൻ്റെ മൂട് ഭാഗമില്ലേ, അതിനെ വീണ്ടും ചിലപ്പോൾ മണ്ണിൽ തന്നെ ഉറപ്പിച്ച് വെച്ചിട്ട് കുറച്ചൊക്കെ കിളിക്കും. വെറുതെ കളയണ്ടെന്ന് വെച്ചാൽ അച്ഛൻ അത് തന്നെ വീണ്ടും നട്ട് വിളവെടുക്കാറുണ്ട്. ഇതൊക്കെ കണ്ട് എനിക്കും കൊതിയാണ് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി. പറ്റുമ്പോഴൊക്കെ ഞാനും ചെയ്യും, കുറച്ച് കുറച്ചൊക്കെ. ഒരുപാടൊന്നും പറ്റില്ല, എന്നിരുന്നാലും. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ തന്നെ അതേപോലെ തന്നെ എൻ്റെ പൂമ്പാറ്റക്കുട്ടനും അതേപോലെ തന്നെ ഉണ്ട്. അവൾ ആവശ്യമില്ലാത്ത കുറേ പാഴ്ചെടികളൊക്കെ ആയിരിക്കും കൊണ്ടുവയ്ക്കുന്നത്. എന്നാലും കുഞ്ഞിൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല. കാരണം ഇഷ്ടങ്ങളല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ അവൾക്കും കുറേ ഡിമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞിലെ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. അച്ഛനും അമ്മ എന്നെ അന്ന് എതിർത്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ഇഷ്ടപ്പെടില്ലായിരുന്നു ഒന്നിനെയും. പിന്നെ ഇതിന് സൈഡ് ഡിഷായിട്ട് കാന്താരിമുളക് ചമ്മന്തിയാണ് എടുത്തത്. അതൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ ചേച്ചിയാണ്. അതിൻ്റെ പിറകിലും കുറേ ട്രിക്സ് ഉണ്ട് എൻ്റെത്. കാരണം ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എടേ ഇയാളുണ്ടാക്കുന്നത് കാന്താരി ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ചേച്ചി പോയി അതൊക്കെ അങ്ങ് ഉണ്ടാക്കിക്കോളും. പിന്നെ അച്ഛൻ ഈ കിളയ്ക്കുന്നുണ്ട്, അപ്പോൾ അമ്മയും കൂടെ കൂടി. പക്ഷേ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കുവാണെന്ന്. അമ്മ ഇതൊന്നും അറിയാതെയാണ് ചിലപ്പോഴൊക്കെ ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. കാരണം അമ്മയ്ക്ക് അങ്ങനെ വീഡിയോയിലൊന്നും വന്ന് നിൽക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ അച്ഛൻ അങ്ങനല്ല കേട്ടോ. അച്ഛന് വീഡിയോയുടെ മുന്നിൽ സ്റ്റൈലായിട്ട് നിൽക്കാനൊക്കെ അറിയാം. പിന്നെ നമ്മുടെ ഈ ചമ്മന്തിക്ക് വേണ്ടി ഉള്ളി മാത്രമേ ഉള്ളൂ തോന്നുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കാത്തത്. ബാക്കിയെല്ലാം വീട്ടിലെ തന്നെ. കറിവേപ്പില, കാന്താരിമുളക്, അതെല്ലാം വീട്ടിലെ തന്നെ. കുറച്ച് നേരം നമുക്ക് സംസാരിക്കാതിരുന്ന് ഇതൊക്കെ ഒന്ന് കാണാം. അമ്മ അച്ഛനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്ന് ഞാൻ പോയി കേട്ടില്ല. കാരണം ക്യാമറമാൻ തുമ്പിക്കുട്ടനായിരുന്നു. തുമ്പി വീഡിയോ എല്ലാം എടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറയും, കുഞ്ഞാ നമുക്കിതൊരു വീഡിയോ ആക്കിയാലോ, യൂട്യൂബിൽ ഇട്ടാലോ എന്ന്. അപ്പോഴാണ് എനിക്കും തോന്നുന്നത് ശരിയാണ്. കാരണം എനിക്ക് കുറേയധികം കൃഷി, മണ്ണ്, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് അടുപ്പമുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി പേഴ്സാണ് ഞാനും എൻ്റെ ചേച്ചി. രണ്ട് പേർക്കും രണ്ട് ടേസ്റ്റ് എന്നൊക്കെ പറയാം. ഞാൻ പണ്ട് വീട്ടിലെ ജോലികൾ ചെയ്തിരുന്നത് പഠിക്കാൻ പറയുമ്പോൾ പഠിക്കാൻ ഇഷ്ടമില്ലാത്തപ്പം വീട്ടു ജോലി ചെയ്യാനിറങ്ങും. എന്നാൽ അമ്മ പഠിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യും? പഠിക്കാൻ വയ്യാത്തതിന് ജോലി ചെയ്യും. അങ്ങനെ കിട്ടിയതെല്ലാമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇനി ഇതിനെയൊക്കെ ഒന്ന് പുഴുങ്ങി റെഡിയാക്കി എടുക്കാം. ഇതൊക്കെ എൻ്റെ ചേച്ചിയുടെ സൂത്രപ്പണികളാണ്. പെട്ടെന്ന് അതെല്ലാം റെഡിയാക്കി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി, ചേമ്പും അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കുഞ്ഞൻ കാച്ചിലും കൂടെ കിട്ടി. ഇതിനെല്ലാം റെഡിയാക്കി ഞാൻ പിന്നെ ഒന്ന് ഇയാളുണ്ടാക്കുന്ന ചമ്മന്തി നല്ലതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചേച്ചി അങ്ങ് ഉണ്ടാക്കിയല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ചേച്ചി ഒന്ന് പൊക്കിയാൽ മതി. അപ്പോൾ പിന്നെ പുള്ളിക്കാരി തന്നെ ജോലി ചെയ്തോളും. ഞാൻ എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തങ്ങ് ഇരിക്കും. കുഞ്ഞിലെ ഇതൊക്കെ തന്നെയായിരുന്നു. ഈ ചേമ്പൊക്കെ വെള്ളത്തിലേക്ക് ഇടുന്നത് തുമ്പിക്കുട്ടിയുടെ ഐഡിയാസാണ് കേട്ടോ. യൂട്യൂബിലൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് കുഞ്ഞ് ചെയ്യുന്നത്. നമുക്കൊരു ചേമ്പിൻ്റെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് അതിനകത്തൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കിയല്ലോ എന്ന്. അങ്ങനെ ചെയ്തതാണ്. ഇതൊക്കെ റെഡിയായി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ ബിരിയാണിയും ചിക്കൻ വറുത്തതും പിന്നെ കുറച്ച് ചിക്കൻ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഒന്നും ചെയ്യാതൊന്നും ഇരുന്നില്ല, കുറച്ച് ജോലിയൊക്കെ ചെയ്ത്.
ചമ്മന്തി മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ മൊത്തം അങ്ങ് അരഞ്ഞു ഒരു ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് നമ്മൾ ഇടികല്ലിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാന്താരി വെച്ചിട്ടുള്ളതായതുകൊണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി. ഇത്രയും നേരം ഇവിടെ എവിടെയും കാണാത്ത പൂമ്പാറ്റ ചിക്കൻ കാലൊക്കെ കണ്ടപ്പോഴത്തേനും ഇനി എത്തിയിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്ന് മക്കളും കൊച്ചുമക്കളും അമ്മൂമ്മയൊക്കെ ആയിട്ടിരുന്ന് കഴിക്കുകയാണ്. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്നോ രണ്ടോ ഒക്കെ കഴിച്ചോളെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്.